പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നപ്പാ. കർത്താവായ യേശുവേ, ഞങ്ങളെ പരിപാലിക്കുന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നു നാഥാ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ രാത്രികാലം അവിടുത്തെ ചിറയിൻ കീഴിൽ ഞങ്ങളെല്ലാവരെയും ഉറക്കി ദൈവം ഞങ്ങൾക്ക് ഈ ഒരു പുലർക്കാലം തന്ന് ഈ പുലർക്കാലത്തിൻ്റെ ഈ 3 മണി സമയം വരെ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കൃപയ്ക്കുള്ളിൽ പരിപാലിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, കരുണയുടെ ഈ സമയം ഈശോപ്പാ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ ഫരമേൽപ്പിക്കുന്നു നാഥാ. ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. കരുണയുടെ ഉറവിടമേ, അവിടുത്തെ കരുണ ഞങ്ങളുടെ ഓരോ മക്കളുടെ മേലും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. ഒരു സാത്താനും ഞങ്ങളെ തൊടുവാനിടയാക്കാതെ വണ്ണം എൻ്റെ കർത്താവ് ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 1 കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായമാണ്. അത് വായിച്ച് ധ്യാനിച്ചപ്പോൾ എന്നെ കൂടുതലായി സ്പർശിച്ച വാക്കുകൾ 19-ാമത്തെ തിരുവചനവും 20-ാമത്തെ തിരുവചനവുമാണ്. അതിപ്രകാരമാണ്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതെ അപ്പാ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുനാഥൻ്റെ ജീവൻ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയതാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഞങ്ങൾ കർത്താവേ ഒരു ദുഷ്ടതയിലും പെടുവാനിടയാക്കാതെ വണ്ണം എൻ്റെ കർത്താവ് ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. കർത്താവേ, അവിടുത്തെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടു നാഥാ. അവിടുത്തെ ശിരസ് മുൾമുടിയാൽ ചൂടപ്പെട്ട് പാപികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും അവിടുന്ന് കുരിശിൽ മരിച്ചു നാഥാ. ഞങ്ങൾ വീണ്ടും പാപത്തിൽ വീഴാതെ വണ്ണം ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ച് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ ഉറവിടമായ ഈശോനാഥ, അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ നാഥാ. ഇന്നത്തെ ഈ കാലാവസ്ഥകളെ സമർപ്പിക്കുന്ന കർത്താവേ, നല്ല കാലാവസ്ഥ ഓരോ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ അപ്പാ. കാലാവസ്ഥക്കെടുതിയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ എൻ്റെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നാഥാ. അവർക്ക് ആശ്വാസദായകനായി സമാധാനത്തിൻ്റെ നാഥനായി അവിടുന്ന് കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഓരോ കുഞ്ഞു മക്കളെയും സമർപ്പിക്കുന്നു. ഈശോയോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ അപ്പാ. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വം അവിടെ നിന്ന് എടുക്കണം. സർവ്വത യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കുമാറാകണം. ഈശോയെ, ആമേൻ.